അല്ലടാ നേരം വെളുക്കുന്നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? എന്താണ് ചെയ്യുക? എന്നാ കഴിക്കാൻ തുടങ്ങിക്കോ. ഓ പിന്നെ അവിടെ ഒരു മരം ഉണ്ടല്ലോ, ഇവിടെ വെക്കാം അല്ലേ? അപ്പോൾ രണ്ടാമത്തെ എൻ്റെ ഇവിടെ തന്നെ വെക്കാം. ടോർച്ച് എടുക്കട്ടെ, മറ്റേ വലിയ ലൈറ്റ് എടുക്കാം അല്ലേ? ഏതാ പോലെ വഴി? വഴിയൊന്നും ഉണ്ടാവോ? ഫുള്ള് വള്ളികളാണ്. ഏതെങ്കിലും ഒരു സേഫായിട്ടുള്ള സ്ഥലത്ത് എത്തുമോ? ഇതിൻ്റെ അതിലൂടെ അങ്ങോട്ട് കയറി അങ്ങോട്ടാ? നോക്ക് നോക്ക്, ഇതിലെ അങ്ങോട്ടൊന്ന് നോക്കി നോക്കണം, അവിടെ പറ്റുമോ നോക്ക്. അങ്ങോട്ടൊന്ന് കയറ്. ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടൊക്കെ ശ്രദ്ധിക്കണം. എടാ ഇതിപ്പോൾ നമ്മൾ പെട്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, എന്നാലും ഇവിടെ എത്തിയില്ല, ഇനി എത്ര നടക്കണം? അല്ല, തിരിച്ചടക്കല്ലേ ഞാൻ പറയണേ. നമുക്കൊരു സേഫായൊരു സ്ഥലം വേണ്ടേ? ഇങ്ങോട്ട് ഉണ്ടാവുന്ന ശുഭാപ്തി വിശ്വാസം. ഞാനതാ പറഞ്ഞു, കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ലായിരുന്നു. നടന്ന് മനുഷ്യന്റെ ഊപ്പാടറി ഗുഹയാട്ടാ. ഇത് കിടക്കൽ ഗുഹ. ഇവിടെ നടക്കുമോ നമ്മളാ? അല്ലടാ, നമ്മൾ ഈ പാറയുടെ ഈ ചൂട്ടിൽ വെച്ചാൽ വേറെ പ്രശ്നം എന്താ അറിയോ? നമുക്ക് കെട്ടാൻ പറ്റില്ല. അതാണ് പ്രശ്നം. മേലോട്ട് പോണോ? ഇത് ശരിയായ ഇടത്തിൽ ഗുഹ പോലുണ്ട്. ഇതൊക്കെ രണ്ട് പാറന്റെ ഇടയിലാണ് ഈ പാറ കിടക്കുന്നത്. അല്ല, ഇത് നമ്മൾ മേലോട്ട് പോണോ? മുകളിലോട്ട് പോയ പണിയാവോ? നോക്കിട്ടോ, സൂക്ഷിച്ചടാ. മേളിലോട്ട് പോണോ? മേളിലോട്ട് പോയ പണിയാവോ? ഇതിന് ഒരു അറ്റം ഉണ്ടോ? ഇതിനൊരു അറ്റം ഉണ്ടോ? നോക്കി കയറിട്ടോ. ഇങ്ങോട്ട് പറ്റില്ല കേട്ടാ. എന്താ ഇങ്ങോട്ട് കയറി? ഇതാ ഇങ്ങോട്ട് കംപ്ലീറ്റ് കള്ളിമുഴി ചെടിയാ. അത് മാത്രമല്ല, ഇത് ഭയങ്കര പാറയാ. കണ്ടോ? പിന്നെ എങ്ങോട്ടാ പോവാ? പാറിന്റെ വീട്ടിൽ കിടക്കാൻ പറ്റില്ല. പിന്നെ ഉള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു ക്യാപ്പ് വാങ്ങുന്നുണ്ട്. ഇങ്ങോട്ട് ഞാൻ നോക്കട്ടെ, പോയിട്ട് ഇങ്ങോട്ട് പോയി നോക്കട്ടെ. അല്ല, അങ്ങനെ പോയി നോക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരാനോ? അല്ല, ഇവിടുന്ന് ഇങ്ങനെ എഴുതി നോക്കാം. ഈ എത്തുന്ന വരെ നോക്കിയിട്ട്. അവിടെ മരം ഉണ്ടല്ലോടാ. അവിടെ മരം കാണാം. ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? ഞാൻ പറ്റും. നോക്ക്. പക്ഷെ കഷ്ടിച്ച് ഇറങ്ങണം. ഞാൻ നോക്കണോ? വേണ്ട, ഞാൻ നോക്കാം. നോക്കട്ടെ. എന്നാ വടി വേണമെന്നില്ല. മുള്ളുണ്ട് കേട്ടോ, നോക്കണേ. ബാഗ് എൻ്റെ കയ്യിൽ കൊണ്ടാ, ഞാൻ ബാഗ് തരാം. ഞാൻ തരാം, നീ അങ്ങോട്ട് ഇറങ്ങിക്കോ. നോക്കിട്ടോ, നോക്കി ഇറങ്ങണേ. കുറച്ച് ഭയങ്കര നേരോ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് മുള്ളുണ്ടാ. മുള്ളുണ്ട്, ഇങ്ങോട്ട് കുഴിയുണ്ട്. ബാഗ് അല്ലെങ്കിൽ നോക്ക്, അവിടെ പറ്റുമോ നോക്ക്, എന്നിട്ട് വന്നാൽ പോരെ. ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് വരാം. അവിടെ എങ്ങനെയുണ്ട്? ഇവിടെ കുഴപ്പമില്ല. നമുക്ക് കെട്ടാൻ പറ്റുമോ? ഇവിടെ 2-3 ചെടികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ മരങ്ങൾ വരാല്ലേ? ഇവിടെ മരങ്ങളുണ്ട്. അപ്പോൾ ബാഗ് അഴിച്ചു നോക്കണ്ടേ അങ്ങോട്ട് വരണമെങ്കിൽ? ഇങ്ങോട്ട് പാസ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് വലിച്ചെടുക്കാം. മതിയില്ലേ? ഞാൻ അങ്ങോട്ട് കിടക്കട്ടെ. കിടക്കട്ടെ. ഈ ലൈറ്റ് ഇവിടെ വെക്കല്ലേ? ഇവിടെ നോക്കട്ടെ. ഓ, ഇത് വല്ലാത്തൊരു
പിന്നെ അവിടെ ഒരു മരം ഉണ്ടല്ലോ. ഇവിടെ വെക്കാം അല്ലേ? അപ്പോൾ രണ്ടാമത്തെ എൻ്റെ ഇവിടെ തന്നെ വെക്കാം. ഈ മരത്തിലും ഇങ്ങനെ ഒരെണ്ണം കെട്ടാം. ഈ മരത്തിലേക്ക് ഒന്ന് കെട്ടാം അല്ലേ? ഇതിങ്ങനെ കെട്ടല്ലേ ഒരെണ്ണം? ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം അങ്ങോട്ടും. ഓക്കെ, ഇന്ന് ഇവിടെ തന്നെ സെറ്റാക്കാം മോനെ. അല്ലെങ്കിലേ നമ്മൾ പെട്ടുപോകും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കെടുത്ത് കെട്ടല്ലേ ആദ്യം തന്നെ? അതെ അതെ. ഇപ്പം ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കെട്ടെ. ഇവിടുന്ന് ഇതുമ്മ കേട്ടാ കുറച്ച് ഹൈറ്റ് കയറ്റി കെട്ടിക്കോ, അല്ലെങ്കിൽ താണു. ഇതുവരെ കിടക്കാൻ പറ്റും നോക്ക്. അവിടെ ഒരു നടുക്കൊരു കൊമ്പുണ്ടല്ലോ എവിടെ? കാലിൻ്റെ ഭാഗത്ത്. ഇതോ? അത് കുഴപ്പമില്ല. ഓ മതിടാ. ഓക്കെ അല്ലേ? ഇപ്പോഴാ ഒരു സമാധാനമായത്. ഇനി ബാക്കിയുള്ള പരിപാടി നോക്കാം അല്ലേ? ഇതിന് സെറ്റാക്കാം അല്ലേ? ഓക്കെ അല്ലേ? എടാ നൂഡിൽസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എന്തി അവിടെ വെച്ച് മറന്നോ? എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇതിലുണ്ട്. അതാ വെള്ള ബോട്ടില് ആകെ ഒരു കുപ്പി വെള്ളമുള്ളൂ കേട്ടോ എനിക്ക്. ഗ്രൂപ്പ് വെള്ളമല്ലോ. ആ ഒരു കുപ്പിയുള്ളൂ, ഇപ്പോൾ ഉരുണ്ട് പോയ കുപ്പി. അതാ അല്ല അത് ഇതാ വെസൽ വെസൽ. ഞാൻ അവിടുന്ന് കുക്ക് ചെയ്യണേ? കുക്ക് ചെയ്യാൻ പറ്റുമോ നോക്ക്. ചെരിഞ്ഞിരിക്കണേ. ഓ ഇത് ഏകദേശം കായടാ. നിന്റെ കായ? എന്തായി സെറ്റായി. ഞാൻ തണിയാൻ വേണ്ടി കാത്തിക്കാം. അതെ. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടോ. ഇറക്കി വെച്ചു. ഞാൻ കുറച്ച് ചായ വെക്കട്ടെ. എനിക്കും കൂടി വെച്ചു. എന്ത് പരിപാടിയാടാ അത് നിങ്ങളുടെ അടുത്തല്ല ചായൻ്റെ ഇതുള്ളത്, ടീ പോട്ട് മറ്റേ എന്താ പറയാ, ചായപ്പൊടി അല്ല ആ പാത്രത്തിന് എന്താ പറയാ, ചായപാത്രത്തിന്. ചായപാത്രം അല്ലേ നിനക്ക്? ഇല്ല, ചായപാത്രം ഇല്ലാന്ന് ക്യാമ്പിങ്ങിന് വന്നിട്ട് എൻ്റെ അടുത്ത് മൾട്ടി പർപ്പസ് പാത്രമാണ്. അതിനകത്ത് തന്നെ റൈസും ചായ ഞാൻ വെച്ചേരാം. പക്ഷെ എനിക്ക് രാവിലത്തേക്ക് വെള്ളം തരുമോ? തരാം. നിന്റെ ഗ്ലാസ്സോ? ഗ്ലാസ് ബാഗിലുള്ള തിളക്കട്ടല്ലേ? ഞാൻ സ്പൂൺ എവിടെ വെച്ചതറിയില്ല, ബാഗിൽ എവിടെ ഉണ്ട്, എടുക്കാൻ വയ്യ. ഇനി ചായപ്പൊടി കേട്ടോ, കാപ്പിപ്പൊടി ഇല്ലേ? മതി. എന്നാ കഴിക്കാൻ തുടങ്ങിക്കോ. ഓ ഓ നമ്മളെ ചായ തിളച്ചടാ. ചായ ഓ നൂഡിൽസ് കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് വരാം. അതെ, ചായ റെഡി.
ഇതാ ചായ. നീ നൂഡിൽസ് കഴിച്ചു കഴിഞ്ഞോ? ഞാൻ കഴിച്ചോട്ടെ. നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് തന്നെ. അത് ഇത്ര നടന്നു വന്നോണ്ടത്. നീ എത്ര പാക്കറ്റ് ഇട്ടു? ഞാൻ 2 പാക്കറ്റ്. ഇനി നാളത്തേക്ക് ഉണ്ടോ? ആ, ഞാൻ 5 6 പാക്കറ്റ് കരുതിയിട്ടുണ്ട് നൂഡിൽസ്. പിന്നെ ഓറഞ്ച് ഉണ്ട്, പിന്നെ പഴമുണ്ട്. ഓറഞ്ചല്ല, ആപ്പിൾ ഉണ്ട്, പഴമുണ്ട്. പഴമൊക്കെ എടുത്ത് തിന്നോ, കേടായി പോവും. അതെ. നാളെ ഇപ്പം എന്ത് ചെയ്യാം? എന്തേ? ഇത് റൂട്ടിലേക്ക് പോകണോ? ഇപ്പം ഇങ്ങോട്ട് കയറിയില്ലേ ആ പാറ, അതുവരെ താഴോട്ട് ഇറങ്ങാം. എന്നിട്ട് അവിടുന്ന് വീണ്ടും റൈറ്റ് പോവാ. റൈറ്റ് പോയാലേ ഇങ്ങനെ ഇറങ്ങിയിട്ട് റൈറ്റ് പോവാ, അല്ല ലെഫ്റ്റ് പോവാ. ഏകദേശം ഏത് ഭാഗത്തേക്ക് എത്താന്നറിയോ? അതന്നെ, അതിലെങ്ങനെ പോയിട്ട് പിന്നെ അപ്പുറത്തെ ഇതിൽ ചാടാൻ പറഞ്ഞാല് ഈ മറ്റേ ഫോറസ്റ്റിന്റെ ഉള്ളിൽ പെട്ടു പോകും. ഇത് ഇല്ലില്ല, അങ്ങോട്ട് പോവില്ല. ഈ മറ്റേ ഫോറസ്റ്റ് അല്ലേ? ഫോറസ്റ്റിന്റെ വെളിയിലൂടെ തന്നെ പോണം. എന്താ പറയാ, ഇതിപ്പോ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്, പക്ഷെ ഫോറസ്റ്റിൽ പെട്ട സ്ഥലമാണ്. പക്ഷെ ഫോറസ്റ്റ് അല്ല, ശരിയായ ഫോറസ്റ്റിന്റെ പിന്നെ അതിർത്തി ഉണ്ടാവില്ല. അതിന്റെ ഉള്ളിൽ പെട്ടു പോകരുതെന്ന് പറയാം പോകുമ്പോ. ഇല്ലല്ല, അങ്ങനെ പോവില്ല, പെടൂല. എന്നിട്ട് നമുക്ക് ഇതിലങ്ങനെ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ ഈ പാറ ഇറങ്ങാം. പാറ ഇറങ്ങിയിട്ട് ലെഫ്റ്റ് പോവാ. ഇവിടുന്ന് പോകുമ്പോ ലെഫ്റ്റ് പോവാ. ലെഫ്റ്റ് പോകുമ്പോ വേറെ സ്ഥലത്ത് പോയി ചാടാം, ആ മലേന്റെ. അല്ല, നമ്മളെ കോമ്പാസ് വെച്ച് നോക്കാലോ. ഇല്ലെങ്കിൽ വെറുതെ ഡ്രോണ് പൊക്കി നോക്കാം. മറ്റേ സോളാറിന്റെ പവർ തീർന്നോ? നിന്റെ തീർന്നോ? തീരാനായി. മറ്റേ ടോർച്ചും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യണ്ടേ, റീചാർജ് ചെയ്യണ്ടേ? അത് രാവിലെ കുട്ടിയാട് വെക്കാതെ എല്ലാം വെയിലുള്ള സമയത്ത് കുട്ടി കുറച്ചു നേരം അങ്ങനെ പുറത്ത് വെച്ചാൽ മതി. കഴിഞ്ഞോ? നൂഡിൽസ് കഴിഞ്ഞാട്ടാ. അപ്പൊ കഴിഞ്ഞോ? ഇപ്പൊ എന്താ വേണമെന്നാണ് പറയണേ? അല്ലല്ല, എനിക്ക് വേണ്ട, ഇന്ത്യയിലില്ല. അപ്പം ഞാൻ എന്തേ പറയുന്നത് പറഞ്ഞാല്, പാത്രങ്ങൾ എടുത്തു വെച്ചിട്ട് കിടക്കാം. നല്ല ക്ഷീണമുണ്ട്, കിടക്കാൻ സമയമായി. സമയം 10:15. 10:15. ഞങ്ങൾ ഇങ്ങോട്ട് കയറുമ്പോ എത്ര മണിക്കാ കയറിയത്? സമയം പോണത് അറിയില്ല ഇവിടെ. ഓ, നിങ്ങൾ ഈ പാറ എത്തുമ്പോഴത്തേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 6 മണിയായി ഉണ്ടാവും അല്ലേ? ഈ പാറ 6 മണിയൊന്നല്ല, 7 മണിയാ. 6 മണിക്കൊന്നും ഇപ്പൊ ഇരുട്ടാവൂല. ഓ, 7 മണിയായിട്ടുണ്ടാവും. 7 മണിയും കഴിഞ്ഞാണു. ഓ, അതുകൊണ്ടല്ലേ ഇത്ര പെട്ടെന്ന് സമയം പോയത്. ഞാൻ വിചാരിച്ചത് ഒരു 6 മണി അങ്ങനെ ആയിക്കണ്ടാവുന്നതാ അവിടെ നിന്ന് വരുമ്പോ. എന്റെ അമ്മോ, എടാ വെള്ളം തരണം കേട്ടോ. എന്റെ ചെറിയൊരു കുപ്പിയുള്ള 1/2 ലിറ്ററിന്റെ. അല്ല, ഇപ്പൊ വേണ്ട, നാളെ മതി. പാത്രം എടുത്തോട്ടെ. സ്റ്റിക്കല്ലത്. ഈ ബാഗ് എവിടെയെങ്കിലും കൊളുത്തിരുന്നടാ. ബാഗേ എവിടെയെങ്കിലും കൊളുത്തിരുന്നു. ഞാനിവിടെ ഇടും. ഇവിടെ ഇതെൻ്റെ ബാഗേ. ഈ മരത്തിന് വെള്ളം വെച്ചാലോ, ഈ കമ്പില് ഇങ്ങനെ. ഇല്ല, എവിടെ സെറ്റാ. ഈ മാറ്റോ, മാറ്റ് ഇതിനകത്തിരുന്നോട്ടല്ലേ. മാറ്റ് വിരിച്ചിട്ട് അതിനകത്ത് കിടക്കാൻ ഇത് വിരിക്കാൻ പറ്റുമോ? ഇതില് മാറ്റ് ഇതിനകത്ത് വിരിച്ചാലോ? ഇതിനകത്ത് വിരിക്കാൻ പറ്റൂടാ? ഇല്ലല്ലേ? മാറ്റ് ഇത് മടക്കിയിട്ട് ഇതിനകത്തിടാം, എന്നിട്ട് ഇങ്ങനെ അടക്കാം. ഒന്ന് ഇരുന്നോ കേട്ടോ, പൊട്ടിച്ചാടി വീഴും. ഓ, എൻ്റെ പൊന്നെ, കുറച്ചേരം ആടട്ടെ. എന്താ അസുഖം?
സെറ്റ്. ഓ, അപ്പം ഞങ്ങൾ 48 മണിക്കൂറിലെ 12 മണിക്കൂർ 13 മണിക്കൂർ 14 മണിക്കൂറോളം കഴിഞ്ഞല്ലേ? 14-15 മണിക്കൂറോളം കഴിഞ്ഞു. ഇനി ബാക്കി മണിക്കൂറുകളേ ഉള്ളൂ. ഇനി നമുക്ക് രാവിലെ നേരം വെളുത്ത് ഇവിടെ രാത്രി കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അല്ലേ? ഇല്ലേ? അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ എന്തായാലും ഇനി രാവിലെ അതെ അതെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അവിടെ. ഇല്ലയെന്ന് വിചാരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ രാവിലെ എന്തായാലും നേരം വെളുത്ത് ഞങ്ങൾ ഇതിൻ്റെ കുറച്ചുകൂടി താഴോട്ട് ഈ മല ഈ പാറ ഞങ്ങൾ ഈ ഒരു പാറക്കെട്ടുണ്ടല്ലോ അത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയിട്ട് ലെഫ്റ്റിലോട്ട് പോകണം. എന്നിട്ട് അവിടെ ക്യാമ്പിങ് അല്ലേ? നോക്കാം. ഇതൊരു ചെറിയ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ വാട്ടർ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് വാട്ടർ ഇത് പോരാ. ഞാനും വാട്ടർ കൺസംഷൻ കുറച്ച് കൂടിപ്പോയി. ഇനി അടുത്ത പ്രാവശ്യം അതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ വാട്ടർ വെള്ളം കൂടി കുറച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ആണിത്. അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു ചെറിയ പരിപാടിയായിരുന്നു. എന്തായാലും സക്സസ് ആവൂല്ലേ? അതെ, ഒരു ചെറിയ ക്ലാസ് ആണ് ഇത്. ഈ ഒരു 48 മണിക്കൂർ അല്ലേ? ട്രെയിനിങ്, ഒരു പരിശീലനം. യെസ്. ഇന്നിപ്പോൾ കയറി കിടന്നാൽ മതിയില്ലടാ. അപ്പോൾ എന്തായാലും കിടക്കല്ലടാ. ഞാനൊന്ന് കിടന്നു നോക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം. ബാക്കി രാവിലെ. ഓക്കെ, ഗുഡ് നൈറ്റ്. എൻ്റെ പൊന്നെ, ഓ എൻ്റെ മോനെ. ഓ സെറ്റപ്പാടാ. നീ കിടന്നാ? നോക്കടാ, എന്തേലും ഒച്ചയും പോളോ എന്ത് പ്രശ്നം ഒരു വിളിക്കിട്ടാ. തീയിട്ട് വെക്കണോടാ അവിടെ എവിടെയും? എന്നാ വേണ്ട. അപ്പം നോക്കടാ, കുറേശ്ശെ ഇങ്ങനെ കിടക്കാട്ടോ. അല്ല പൊന്നോ. ഗുഡ് നൈറ്റ്. എണീച്ചിട്ടായി. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ ഇന്നലെ കയറി വന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്നൊരു സ്ഥലത്തേക്ക് എത്തണം എന്നുള്ള രീതിയിൽ കയറി വന്നതാണ്. പക്ഷേ കയറി വന്നു നോക്കുമ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച അതാണ് ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല സ്ഥലം അല്ലേ? അവിടെ കിടന്നാൽ മതിയായിരുന്നു. ഇതിനേക്കാളും നല്ല സ്ഥലമായിരുന്നു. കംപ്ലീറ്റ് കരിയിലൊക്കെ ആയിട്ട് ഫുള്ള് വള്ളിച്ചെടികളും. അതെ അതെ, എന്തായാലും കുഴപ്പമൊന്നുമില്ല അല്ലേ? വന്ന സ്ഥിതിക്ക് അതെ അതെ, എന്തായാലും വന്ന സ്ഥിതിക്ക് ഞങ്ങൾ എന്തായാലും ഇവിടെ കിടന്നു. ഇനി ഞങ്ങൾ രാവിലെ ഇപ്പം തന്നെ ഇവിടെ നിന്ന് വിടുകയാണ് ഇല്ല. എന്നിട്ട് കട്ടൻ കാപ്പിയും ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആവാം. കുറച്ചങ്ങോട്ട് ഒരു വെളിച്ചുള്ള സ്ഥലത്തേക്ക് മാറാം. അതെ, ഒരു വെളിച്ചുള്ള സ്ഥലത്തോട്ട് മാറട്ടെ, അതാ നല്ലത്.
ഒക്കെ എടുക്കാലടാ, ഒക്കെ അയച്ചെടുക്കാല്ലേ, അതെ അതെ. എന്നിട്ട് പോവല്ലേ? ബാഗ് കുറേശ്ശെ നനഞ്ഞു കേട്ടോ. അല്ലേ? ആ ഇത് നനഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഉറക്കം വന്നപ്പോ ഉറങ്ങിപ്പോയപ്പോ മനസ്സിലായില്ല, നനഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് മഴ പെയ്തില്ലാന്നേ ഉള്ളൂ. ഒരു മഞ്ഞ് പോലത്തെ മഴ. നമ്മുടെ വീഡിയോ എന്തായാലും 2-3 എപ്പിസോഡായിട്ട് ഇടേണ്ടി വരൂടാ, അല്ലെങ്കിൽ ഇത്ര ഭയങ്കര ലെങ്ത് ആയില്ലേ. പിന്നെ കാര്യങ്ങളൊക്കെ കട്ട് ഇട്ട് കഴിഞ്ഞാലാണെങ്കിൽ പിന്നെ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ അത്രയും കയറിപ്പോയി സ്ട്രെയിൻ ചെയ്ത് അത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവൂലേ? അതുകൊണ്ട് എപ്പിസോഡായിട്ട് ഇടേണ്ടി വരും. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതൊക്കെ മടക്കി എല്ലാം സെറ്റാക്കി പതുക്കെ ഇവിടുന്ന് വിടുകയാണ്. എന്നിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് കട്ടൻ കാപ്പി കുടിക്കുക അല്ലേ? ഒന്ന് ഫ്രഷ് ആവും വേണം. ബാഗ് കുറച്ച് നനഞ്ഞറ. എൻ്റെ നനഞ്ഞിട്ടുണ്ട്. നനഞ്ഞുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ 24 മണിക്കൂറിൻ്റെ വിശേഷം അല്ലേ? 24 മണിക്കൂറിൻ്റെ ഇപ്പം 24 മണിക്കൂർ ആയിട്ടില്ല. 23 മണിക്കൂറായിരുന്നു. 23 മണിക്കൂർ 22 മണിക്കൂർ കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ 48 മണിക്കൂറിലെ 22 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വലിയൊരു വീഡിയോ ആക്കി ഇടാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ എപ്പിസോഡായിട്ട് ഇടാനാണ് പരിപാടി അല്ലേ? ഇന്നലെ നോക്കിയപ്പോൾ ഭയങ്കര ലെങ്ത്. എന്താ വെച്ചാൽ നമ്മൾ മാറ്റാനും പറ്റില്ല. എന്താ വെച്ചാൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയാൽ നമ്മൾ കഷ്ടപ്പാട് വെറുതെ ആയി പോകില്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ 2 എപ്പിസോഡായിട്ട് ഇടാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വിടാം. 2 മതിയാവോ? 2 എങ്ങനെയാ വെച്ചാൽ അതിന്റെ അഡ്വഞ്ചർ എപ്പിസോഡായിട്ട് ഇടുക. അപ്പൊ എല്ലാരും വീഡിയോ കാണണം അല്ലേ? വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ഭയങ്കര അഡ്വഞ്ചർ സെലിബ്രിറ്റി ആണോ? അഡ്വഞ്ചർ സെലിബ്രിറ്റി. നമ്മളൊരു എന്താ പറയാ, ഒരു ട്രയല് അടിച്ചു നോക്കായിരുന്നു, ഇങ്ങനെ പോയി നോക്കി. അപ്പൊ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഞങ്ങൾ പിന്നീട് പറഞ്ഞുതരാം. അതായത് 24 hours കാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ വേണം, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ ഇന്നലത്തോടു കൂടി പഠിച്ച്. മെയിനായിട്ട് വെള്ളത്തിന്റെ അതായത് വെള്ളം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ആ എക്സ്പീരിയൻസ് നമുക്ക് ആയിട്ടില്ലല്ലോ അല്ലേ? അതെ അതെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. നമുക്ക് വിടുക. ഓക്കെ, ഇവിടുന്ന് വേറെ സ്ഥലം വിടാം. നീ എടുക്കണില്ലേ? ഇവിടെ എന്റെ വടി കാണൂല്ലടോ. ഞാൻ വെട്ടി വെച്ച വടി ഇവിടെ മുള്ളം മതി. മുള്ളേട്ടാ കേട്ടാ. ഇത് ഇതിലേ പോയത് നിന്റെ ടെന്റിന്റെ അടി കൂടി വന്നേ. അല്ല ഇത് ഹമുക്കിന്റെ അടി കൂടി ഉള്ളിലുണ്ടാവും ചിലപ്പോ കേട്ടാ. പോട്ടാ, നമുക്ക് ആദ്യം വെളിച്ചമുള്ളടത്ത് പോയിട്ട് ഒന്ന് ഫ്രഷ് ആവുക, എന്നിട്ട് ബാക്കിയുള്ള തീരുമാനിക്കാം കേട്ടോ. ആ മലഞ്ചെരുവിന്റെ സൈഡ് പോയി നോക്കല്ലേ? ആ സൈഡ് കൂടെ നടന്ന് അങ്ങനെ പോണം. കുറെ നടക്കാണ്ട്. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് പോവാ. ഇതിലൊക്കെ എങ്ങനെ നമ്മൾ വന്നെന്നുള്ള ഇങ്ങോട്ട് തന്നെയാണോ അതാ താഴോട്ടോ? ഇതിലല്ലേ നമ്മള് ഇന്നലെ വന്നത്? ഇന്നലെ വന്നതിലല്ല, അപ്പുറത്തൂടെ രാത്രി. ഇത് തന്നെയാണോ? ഇതിലല്ല. നിനക്ക് ആ വെളിച്ചമുള്ളടത്ത് ആ മരത്തിന്റെ അവിടേക്കൊക്കെ പോവാ. ഈ പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് മാറിയിട്ടേ. അയ്യോ